ചിരി നമ്മുടെ ആ അമ്മയുടെ മുഖത്താണ് കേട്ടോ. അമ്മയുടെ പേരെന്താ? രാധ. രാധ അമ്മയ്ക്കൊരു വലിയ കൈ കൊടുക്കട്ടെ. ആ വിഷുവായിട്ട് കൃഷ്ണൻ ഇവിടെ ഉണ്ട്, രാധ അവിടെയുണ്ട്. എവിടുന്നാ പറയണേ അമ്മേ? തിരുവനന്തപുരം തോന്നയ്ക്കൽ. അയ്യോ, തോന്നയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും നമ്മൾ പറക്കിയെടുക്കുന്ന ആ തോന്നയ്ക്കലാണോ? എല്ലാം കൊണ്ടും ഒക്കെ ഉണ്ടാ. അവിടെ രാധ, ഇവിടെ കൃഷ്ണൻ. തെറ്റാ. അമ്മ ഈ ടിവിയിൽ കാണുന്ന പോലെ തന്നെ ഉണ്ടോ നേരിട്ട് വന്ന് കാണുമ്പോ? ഇഷ്ടായോ? നേരിട്ട് കാണുമ്പോ അത്ര അഭിപ്രായം ഇല്ല. അല്ല, വരണ്ടായിരുന്നെന്ന്. ലക്ഷ്മിയൊക്കെ നേരിട്ട് കണ്ടപ്പോ വരണ്ടായിരുന്നു. ആണോ അമ്മേ? ഇഷ്ടായി. സുരാജേട്ടനെ കണ്ടപ്പോ സന്തോഷായോ? സന്തോഷായി. അത് പറഞ്ഞപ്പോഴേ ഏറ്റവും ചിരി. അപ്പളേ നമുക്കൊരു ടങ് ട്വിസ്റ്റർ അമ്മയ്ക്ക് കൊടുത്താലോ? അതായത് സുരാജേട്ടന് ഞാനൊരു സാധനം എഴുതി തരും, അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. പറഞ്ഞോ. ശ്രീ ധർമ്മ ശാസ്ത്ര കോമഡി ഷോ അല്ലേ ഇത്? ശാസ്താക്ഷേത്രം. അമ്മ വേണ്ട പാവം. എന്താ പേര്? അജീഷ്. ശ്രീധർമ്മശാസ്താക്ഷേത്രം. ശ്രീധർമ്മശാസ്താക്ഷേത്രം. കൈയടിച്ചോ. ധർമ്മജനശാസ്ത്ര ശേഷമൊന്നുമില്ല. ശ്രീധർമ്മശാസ്താക്ഷേത്രം. 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 അടിപൊളി. ശ്രീധർമ്മശാസ്താക്ഷേത്രം. അടിപൊളി. നൈസ്. മോളിൽ അവിടെ ഒരാളിരുന്ന് ചിരിക്കുന്നുണ്ട്, മുല്ലപ്പൂ വെച്ചിട്ട്. ഇതൊക്കെ ചിരിച്ച് എൻജോയ് ചെയ്യണം. മൈക്ക് അങ്ങോട്ട് പോട്ടെ. പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടാത്തതായിട്ടുള്ള ഇല്ലേട്ടാ, നടക്കൂല. ശരി, രാധമ്മയുടെ മോൾക്ക് കൊടുക്കാം നമുക്ക്. അപ്പോ ശ്രീധർമ്മശാസ്താക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം. ഒന്നൂടെ. ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം. അടിപൊളി. ഓക്കെ. ശ്രീധർമ്മശാസ്ത്രക്ഷേത്രം. ഓക്കെ, വെരി ഗുഡ്. ആരോ കയറി ഇതിന്റെ ഇടയിൽ പിടിക്കുന്നുണ്ട്. ഇനി ഇപ്പുറത്തൊരു തത്തമ്മക്കുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. തത്തമ്മക്കുട്ടിയുടെ പേരെന്താ? നക്ഷത്ര. അയ്യോ, ഞാനിത് അറിയില്ല. സ്റ്റാർ മാജിക് കാണാറുണ്ടോ? ഇഷ്ടാണോ? ആരെ ഏറ്റവും ഇഷ്ടം? അനുചേച്ചി. അനുചേച്ചി. അയ്യോ, ശരി. അപ്പൊ ഈ സുരാജേട്ടൻ ഇപ്പൊ മോൾക്കൊരു ടങ് ട്വിസ്റ്റർ തരും. ഇല്ല, മോള് പറയണ്ട. നമ്മുടെ നമുക്ക് വേണ്ടി ബിനീഷ് ബാസ്റ്റിൻ പറയും. എന്താണ് പറഞ്ഞ? ലക്ഷ്മി, ഒരു മിനിറ്റ്. പക്ഷെ ഇപ്പോഴും ഒരു ചോദ്യം കിടക്കണ്ട. ഈ നക്ഷത്രം എന്ന് പറഞ്ഞ കുട്ടീനെ കൊണ്ടുവന്നാരാ? ഞാനല്ല. അതിലൊരു ചോദ്യം ഉണ്ടത്. എന്റെ ദന്തിസ്റ്റിന്റെ ഡോട്ടറാണ്. എന്റെ ദന്തിസ്റ്റിന്റെ ഡോട്ടറാണ്. അപ്പൊ ഇത് മൊത്തം സെറ്റാ. ശരി, മിസ്റ്റർ ബിനീഷ് ബാസ്റ്റിൻ, സുരാജേട്ടന് പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്. അതല്ലെങ്കിലും ചെയ്തിട്ടില്ലല്ലോ. അത് ഉപദേശം. അത് ഉപദേശം കറക്റ്റാ. അതിന്റെ ഒരൊറ്റ പ്രശ്നം ഒന്നും കൂടി ഒന്ന് മനസ്സിലിരുത്താനാ. ഇല്ലെങ്കിൽ പോട്ടെ. ഇതാര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രേട്ടൻ ചന്തയിൽ തയ്ച്ച ചന്ദ്രൻ മാമൻ. അയ്യോ, ഇത് ആര് തയ്ച്ച സഞ്ചി? ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. നോ, ഉച്ചരിക്കുമ്പോൾ സൂക്ഷിച്ച് സ്ഥാനത്ത്. നിന്റെ ചന്ദ്രേട്ടൻ. ഇത് ആര് തയ്ച്ച സഞ്ചി? ഓക്കെ. ചന്ദ്രൻ ചന്തയിൽ തയ്ച്ച സഞ്ചി. വേറെ വരാം. പേര് മണി, പണി മണലു പണി. പേര് മണി, പണി മണൽ പണി. പേര് മണി, മണൽ പണി. പേര് മണി, പണി മണൽ മണി. നീ അതിന് തന്നെ പോണോ നല്ലത്? തങ്കു അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് എന്തോ ഒരു ഇവിടെ കുറച്ചു നേരം കൊണ്ട് ഞാൻ കേട്ടത്. എന്താണ് ഇത്? ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ. മാറ്റി പിടിച്ചു. ഓക്കെ, അത് പറയാൻ പറ്റില്ല. ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ. എവിടെയായിരുന്നു? ശസ്ത്രക്രിയ. ശുദ്ധ മസ്തിഷ്കത്തിൽ. എവിടെ? ശുദ്ധ മസ്തിഷ്കത്തിൽ. ശുദ്ധ മസ്തിഷ്കത്തിൽ. എടാ, നിനക്ക് മക്കിൻഡോഷേ ഓർമ്മ വരും. മക്കിൻഡോഷ് അല്ല, മസ്തിഷ്കം. എനിക്കൊരു കൂട്ടായി. ഒന്ന് പറഞ്ഞേ. ശുദ്ധ മസ്തിഷ്കത്തിൽ. ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുദ്ധ മസ്തിഷ്കത്തിൽ ഒരു വ്യത്യസ്ത ശസ്ത്രക്രിയ. ശുദ്ധ മസ്തിഷ്ക.
വടി പുളിയെ കയറി പുളി വടിയെ കയറി. ആര് പറയും? വടി പുളിയെ കയറി പുളി വടിയെ കയറി. അത് ഏറ്റെടുക്കണ്ട പോ. പറഞ്ഞോ. യു ക്യാൻ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ആരാധകർ തങ്കു എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കണം. വടി പുളിയെ കയറി പുളി വടിയെ കയറി. ഞാൻ ചെറിയോ തമ്പു കേട്ടോ. വടി പുളിയെ കയറി. എന്റെ ദൈവമേ, വടിയെ കയറി. കുടി അല്ല പുടി, അയ്യോ മതി മതി. കുടി, അയ്യോ തെറ്റിയല്ല തെറ്റിയല്ല, തെറ്റ്. ഒന്ന് പറ. പുളി കയറി പുളി വടി കയറി. അത്ര ഉള്ളു, ഈസി അല്ലേ? വടി പുളി കയറി, പുളി വടി കയറി. വടിയുണ്ട് ആരെങ്കിലും? എനിക്ക് അതേ വരൂ. ശരി സുമ. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. ഫാസ്റ്റ്. മുണ്ടിൽ ചെളി പുരളരുത്. 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 എന്താണ് പറയണത്? മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മുണ്ടിൽ ചെളി പുരളരുത്. മതി മതി മതി. തെറ്റാണ്. ഇനി അഖിലേട്ടാ. ആഗ്ലാലയം പറയും. അരുതരുത് കുതിര അതിരിലെ മുതിര തിന്നരുത് കുതിര. അത് പറയാ. അരുതരുത് കുതിര അതിരിലെ മുതിര തിന്നരുത് കുതിര. അറയിലെ ഉറിയിൽ ഊരി തൈര്. അറയിലെ ഉറിയിൽ ഉരുത്തൈര്. അറയിലെ ഉറിയിൽ ഉരുത്തൈര്. അറയിലെ ഉറിയിൽ ഉരുത്തൈര്. സീനൊക്കെ വിട്ടതാണ്. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകുരുളും. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ. ഇതൊക്കെ അറിയാലോ, ഒന്ന് പോയിരുന്നേ അവിടെ. തെറി പറഞ്ഞു കഴിഞ്ഞ് ഈ പണി തുടങ്ങാം. ശരി, ഇത് നമ്മൾ വെറുതെ തമാശക്ക് നമ്മൾ ഫിൽ ചെയ്ത് പോയതാണ്. സ്റ്റാർ മാർക്കിൽ സെലിബ്രിറ്റീസ് വരുമ്പോൾ ഏറ്റവും വൈറൽ ആവുന്ന സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. ട്രെൻഡിങ് ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ജഗ പുക. ശരി, ഈ ജഗപുക എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പുക നമ്മുടെ ചെവിയിൽ നിൽക്കും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഗെയിം. മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഒരു ടീമിൽ നിന്ന് ടോട്ടൽ 4 പേരുണ്ടായിരിക്കും. എത്ര പേരുണ്ടായിരിക്കും? 4 പേരുണ്ടായിരിക്കും. ഈ നാലാമൻ ഫസ്റ്റ് ഇവിടെ എന്താ, നമ്മളൊരു എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ. നാലാമത്തെ ആൾ എല്ലാവരുടെ ചെവിയിലും ഹെഡ്ഫോൺസ് നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. എന്തെങ്കിലും മ്യൂസിക്കോ അത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ സെൻസ് ചെയ്ത് പാസിംഗ് ദ പാസിൽ പോലെ ഏറ്റവും ആദ്യത്തെ ആൾ ഇത് ഉറക്കെ വായിക്കുകയാണ്. രണ്ടാമത്തെ ആൾക്ക് എന്താണോ മനസ്സിലായത് അത് തിരിച്ച് അടുത്ത ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്ത് ഒന്നത് പാസ് ചെയ്ത് ആ മെസ്സേജ് കൊടുക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? പരദൂഷണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. വീണ്ടും എന്താണോ മനസ്സിലായത് അടുത്ത ആളിലേക്ക്. ആക്ഷൻ പാടില്ല. ലൈക്ക് ഉറക്കെ നിങ്ങൾക്ക് സംസാരിക്കാം, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നോ ആക്ഷൻസ്. ഓക്കെ. നാലാമത്തെ ആൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അദ്ദേഹം അത് പതുക്കെ നമ്മളോട് മന്ത്രിക്കുക, എന്താ മനസ്സിലായി എന്നുള്ളത്. അത്രേ ഉള്ളൂ. സംഗതി കേൾക്കുമ്പോൾ എല്ലാവർക്കും ജഗയും പുകയൊക്കെ ഒരുമിച്ച് വരും. സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി വിഷു സ്പെഷ്യൽ ആയിട്ട് പോകാൻ വേണ്ടി ഗെയിമിന്റെ പേരാണ് ജഗ പുക. ആദ്യം വരുന്നത് ശ്രീവിദ്യ, തങ്കു, ജിഷൻ ചേട്ടൻ, ചിലങ്ക. 4 പേര് സെറ്റാണ്. കൂട്ടത്തിൽ ഏറ്റവും അധികം ശബ്ദം നമ്മളെ ചിലങ്കയ്ക്ക് ഉള്ളത് കൊണ്ട് അറിയാലോ. ചിലങ്ക എപ്പോഴും മിണ്ടാറുണ്ട്. പിന്നെ കാലിൽ ചിലങ്ക ഉണ്ടല്ലോ. അപ്പൊ ചിലങ്ക അത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആക്ഷൻ കാണിക്കരുത്. അപ്പോ ഇവരോട് പറയേണ്ടത് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. യെസ്. ഓക്കെ, റെഡി. ആരോടും ഇങ്ങനൊന്നും പറയരുത്, പറയണം സാറേ. ആരോടും ഇങ്ങനൊന്നും പറയരുതെന്ന് പറയണം സാറേ. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. സൂപ്പർ സൂപ്പർ. എവിടെയെങ്കിലും കേട്ട് പരിചയമുണ്ടോ? ഇല്ല. ആ തങ്കോ തങ്കോ തങ്കോ. ഹലോ. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. അച്ഛൻ പൊട്ടൻ, അമ്മ വരമ്പത്ത്, ജീവരഹസ്യം. അച്ഛൻ കൊമ്പത്ത്. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. അമ്മ വരമ്പത്ത്. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. ആരോമൽ ചേകവൻ പറയരുത് അംഗത്തിന് പോയി. ആരോമൽ ചേകവൻ അംഗത്തിന് പോയി. ആരോമൽ ചേകവർ അംഗത്തിന് പോയി. ആരോമൽ ചേകവർ അടിച്ചു വാരി. ആരോമൽ ചേകവർ അംഗത്തിന് പോയി. ആരോമൽ ചേകവർ അടിച്ചു പോയി. സൂപ്പർ. ഓക്കെ.
ഓപ്പൺ ചെയ്തോളൂ. യെസ് യെസ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഓക്കെ, ശ്രീവിദ്യയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു വലിയ കൈഡി. ശ്രീവിദ്യ പറയൂ. ആരോമൽ ചേകവരെ അടിച്ചുപോയി. ആരോമൽ ചേകവർ അംഗത്തിന് പോയി. ബാക്കിയെല്ലാം കറക്റ്റ്. ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. അതാണ് പറയേണ്ടത്. ഇനി പ്രേമവും ഡിങ്കോളഫിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യും. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ആരോടും ഇങ്ങനൊന്നും പറയരുതെന്ന് പറ സാറേ. പക്ഷേ ഇവിടുത്തെ സ്വിച്ച് ചെയ്തത് എങ്ങനെയാ പറയേണ്ടത് കറക്റ്റ് ആ റൂട്ട് അവിടെ വന്ന് നിൽക്കുകയാണ് മാപ്പില്. സുരാജ് പറയോ ഡയലോഗ് വേണ്ടിട്ടാണെങ്കിൽ ആരോടും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാറേ. സാറേ അടിപൊളി. അത് കളറിൽ നിന്ന് മാറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരെ എത്തി ഇവിടെ. ഓക്കെ, നിങ്ങളെ തന്നെ വെച്ചിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ശ്രീവിദ്യ ഫസ്റ്റ് വരും. സോ ദി നെക്സ്റ്റ് വൺ ഈസ്, പറഞ്ഞോളൂ. അഭിമാനത്തിൽ നീ കൂതറ, വീട് നടത്തറ, സ്വഭാവം വെറും തറ. എങ്ങനെ മൂത്തോക്കിയൊക്കെ പറയാൻ പറ്റണു? നീ ഉണ്ടാ, നീ കൂതറ, നീ ഉണ്ടാ, വീട് നടത്തറ, വെള്ളിയാഴ്ച സ്വഭാവം വെറും തറ. സ്വഭാവമാകും. നീ ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവമാകും. സൂപ്പർ. സ്വഭാവം മാറും വെള്ളിയാഴ്ച. ഏകദേശം. വെള്ളിയാഴ്ച മാറും സ്വഭാവം. നീ ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവം മാറും. എന്ത് ഉള്ളി വെച്ച് സംസാരിക്കണ പോലെ. നീ ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവം മാറും. തിങ്കളാഴ്ച നല്ല ദിവസം. ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവം മാറും. നീ ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവം മാറും. നീ കൂടെ വെള്ളിയാഴ്ച വരുമോ? നീ കൂടെ വെള്ളിയാഴ്ച വരുമോ? അയ്യേ, നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? നീ ഇന്നലെ നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? വെള്ളിയാഴ്ച വരുമോ? വെള്ളിയാഴ്ച വരുമോ? വെള്ളിയാഴ്ച വരുമോ? കറക്റ്റാ. നിന്റെ കൂടെ എന്റെ കൂടെ. ആ വെള്ളിയാഴ്ച എന്റെ കൂടെ ആര് വരാൻ? നിന്റെ അപ്പൂപ്പന്റെ വീട്ടില്. നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? ആര്? ഓക്കെ, തുറന്ന് പറഞ്ഞു. നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? അത് തന്നെയായിരുന്നു. നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? വെരി ഗുഡ്. തങ്കു പറയൂ. നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോ? Oh my God! 2 points. Okay. Yes. നീ ഉണ്ടാ, വെള്ളിയാഴ്ച സ്വഭാവം മാറുമോ? നിന്റെ കൂടെ വെള്ളിയാഴ്ച വരുമോന്നല്ലേ? എന്റെ കൂടെ എന്തിനാ വെള്ളിയാഴ്ച വരുന്നെ? നീ ഉണ്ടാ, വെള്ളിയാഴ്ച. അതല്ലേ പറഞ്ഞെ, നീ ഉണ്ടാന്ന്. നിങ്ങൾ 3 പേരും കേട്ടല്ലോ. ഇനി കറക്റ്റ് നമ്മുടെ ടീം എന്താ എഴുതി കൊടുത്തേന്നുള്ളത് പറഞ്ഞുതരാം. പറഞ്ഞോളൂ. നീ കൂതറ, വീട് നടത്തറ, സ്വഭാവം വെറും തറ. ഇതായിരുന്നു പറഞ്ഞത്. അതിനാണ് നിങ്ങൾ ഇത്രയും എക്സാജറേറ്റ് ചെയ്ത് പോകുന്നു. ഗുഡ് ജോബ്. ശരി, അപ്പൊ ഇനി നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. തൊണ്ടയ്ക്ക് റെസ്റ്റ് അനിവാര്യമാണ്. ഓപ്പോസിറ്റ് ടീം ഇരുന്ന് ചിരിച്ചിരുന്ന ടീം മൃദുലയുടെ ചിരി മാറിയിട്ടില്ല. വന്നോളൂ. ചുണക്കുട്ടന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ചുണക്കുട്ടന്മാർക്ക് ഏതൊക്കെയോ പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ സെറ്റാണ്. മൃദുവാണ് വായിക്കാൻ പോകുന്നത്. ഓപ്പോസിറ്റ് ടീം റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുട്ടനാടിന്റെ ചങ്കിലെ ചോര. കൊരക്കണ പട്ടി. മുട്ടനാടിന്റെ ചങ്കിന്റെ ചോര, അതാണ് എന്റെ ജീവന്റെ ടോൺ. കൊരക്കണ പട്ടി കടിക്കൂല. പിന്നെ ഒന്നൂടെ. മുട്ടനാടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവന്റെ ടോൺ. ജീവൻ ടോൺ. ജീവൻ ടോൺ. തോണേക്കര പഞ്ചായത്തിലെ ഓരോ അരി. ഇതേപോലെ പറയണം. ചോനേക്കര പഞ്ചായത്തിലെ തോനേക്കര പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പിറക്കിയെടുത്തു. തോനേക്കര പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പിറക്കിയെടുത്തു. തൊളവടയ്ക്ക് തൊള ചെറുത്, തൊളവടയുടെ തൊള ചെറുത്. എന്തായാലും നടക്കില്ല എന്നറിയാം. തൊളവട, തൊളവട,
ചൂണ്ടുപോലെ തൊള വടക്ക് തൊള ചെറുത്. തൊള വടക്ക് തൊള ചെറുത്. ശ്രദ്ധിച്ച് സ്പീഡില. തൊള വടക്ക് തൊള ചെറുത്. എന്താണ് നിങ്ങൾ ഈ കുണു 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 എന്ന് പറയുന്നത്? എന്താ ഒന്നും കിട്ടുന്നില്ല. തൊളവട തൊളവട. തൊണ്ട വയ്യ തൊണ്ട വയ്യ. അല്ല ബാക്കി തൊള വടക്ക് തൊള ചെറുത്. തൊള ചെറുത്. തൊണ്ട വയ്യാതായി. തൊണ്ട വയ്യാതായി. ആ. ഇനിയുണ്ടോ? ഇത്രയും കൂടി. എടാ മാരാരെ. തൊള വടക്ക് തൊള ചെറുത്. തൊണ്ട് കച്ചവടത്തിന് പോണം. തൊണ്ട് കച്ചവടത്തിന് പോണം. ഇനി ഒരു. ആ പോ. തൊണ്ട് കച്ചവടത്തിന് പോണം. അതാണല്ലേ? പോളം. ഓക്കെ, റിമൂവ്. ഹെഡ്സെറ്റ് ഊരിക്കണോ? ആ, ഊരണം. ആ, എന്താ കേട്ടെ? തൊണ്ട് കച്ചവടത്തിന് പോണോന്ന്. എന്റെ ഓറഞ്ച് തൊണ്ട്. പറയൂ, എന്താ പറഞ്ഞേ? തൊള വടക്ക് തൊള ചെറുത്. തോന്ന് മാത്രമേ കേട്ടോളൂ. ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറി മനുഷ്യ ആർത്തിയാണ്. ടീമിനാണ് പ്രിസിഷൻ കൊടുക്കേണ്ടത്. കാരണം ടീം അത്ര എഫേർട്ട് ഇട്ടുണ്ടല്ലേ കറക്റ്റ് പറയാൻ പറ്റും. ഡിസ്റ്റൻസിലുള്ള വാക്കാന്ന് പറഞ്ഞു. ടീമേ, ധോനക്കര പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. ടീമിന് ഇതാണ് കിട്ടിയെങ്കിൽ പിന്നെ നീ നോക്കണ്ട. ഇതൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും ശരിയായി പോയി അല്ലേ മൃദുല? ആ, വളരെ കറക്റ്റ് ആണ്. മുട്ടനാടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ ടോൺ. ഇതെങ്ങനെ അവിടെ തോന്നിക്കലെത്തി? മീറ്റർ കിട്ടല്ലേ? തോന്നിക്കൽ പഞ്ചായത്തിൽ എങ്ങനെ എത്തി? അത് ഇവിടുന്ന് പഠിച്ചോണ്ട് പോയതാ. ലിപ്പിൽ പിടിച്ചതാ. ശരി, നമുക്ക് ഒരെണ്ണം കൂടെ കൊടുക്കാം കേട്ടോ ഇവർക്ക്. ഇത് ചേഞ്ച് ചെയ്തിട്ട് ഒരെണ്ണം കൂടെ കൊടുക്കാം. നെക്സ്റ്റ് വൺ ഇത് ഇവര് ശരിയാക്കുന്ന എനിക്ക് ഉറപ്പാ. മൃദുല, അവരെ ഹെൽപ്പ് ചെയ്യണേ. ഹെൽപ്പ് ചെയ്യാം. യെസ്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ എന്താണ്? ബിലാല് പഴയ ബിലാല. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല. കൊച്ചേട്ടൻ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല. ഒറ്റപ്പാലത്തല്ല വീട്. വീട് പൊളിച്ച് നീ എടുത്തോ. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാല് പഴയ ബിലാല. ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. വന്നില്ല അല്ലേ? മിണ്ടാതെ വീട്ടിൽ പോയിരുന്നോ? പക്ഷേ ബിലാല് പഴയ ബിലാല. പച്ചാളത്ത് പൊട്ടുന്ന ലോക പൊട്ടനാണ്. ബിലാല് പഴയ ബിലാല. ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. ഓക്കെ, അത്ര ഓക്കെ. വിളമ്പിത്തരാം. അത് കഴിഞ്ഞിട്ടാണല്ലോ. ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. വിളമ്പിത്തരാം. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. വിളമ്പിത്തരാം. ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. വെളുപ്പിന് തരാം. ലിപ്പ് തപ്പടാ മീശ. ഒച്ചപ്പാട് അല്ലെന്നൊക്കെ പറയുന്നാല് പുള്ളി വല്ലതും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. തന്നെ അടിക്കാൻ തന്നെ അത്. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഉള്ളത് പറ. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. വെളുപ്പിന്. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. വെളുപ്പിന്. ദോശമാവ്. ബാക്കി പറയൂ. ഒച്ചപ്പാട് ഉണ്ടാക്കാൻ പാടില്ല. വെളുപ്പിന്. ഒന്നാമത് എനിക്കിവിടെ വയ്യാതിരിക്കുക. ഒച്ചപ്പാട്. ഓക്കെ. ഒറ്റ പ്രാവശ്യം കൂടെ പറഞ്ഞിട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതെയോ? ഒറ്റ പ്രാവശ്യവും കൂടെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ വാക്ക് ഞാൻ കേട്ടില്ല. ഒച്ചപ്പാട് ഉണ്ടാക്കരുത്. വെളുപ്പിന്. വെളുപ്പിനെന്നല്ല, ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. വിളമ്പിത്തരാം. 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 ശരി, നീ വിളമ്പണോ വിളമ്പണ്ടേ എന്നുള്ളത് ഇപ്പൊ അറിയാം.
കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷെ ബിലാല് പഴയ ബിലാല. ഞാൻ പറഞ്ഞില്ലേ കൊച്ചിക്കാരായിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ. എന്തായാലും ഇവർക്കൊരു റെസ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റും. അതുമല്ല ലക്ഷ്മിയും ചിരിച്ചു വയ്യാണ്ടായി. അതെ, അപ്പൊ ലക്ഷ്മി റെസ്റ്റ് എടുക്കണം. ലക്ഷ്മി പറ, ലക്ഷ്മി പറ. ഭക്ഷണം ഇല്ല, സീരിയസ് ആയിട്ട് പറ. ലക്ഷ്മി കളിക്കണം. ലക്ഷ്മി കളിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ സുരാജേട്ടന് വരണം. അതാ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല. ഞാനിവിടെ അപ്പൊ എന്തായാലും ലക്ഷ്മിക്ക് മണി കിട്ടിയേക്കണ നമുക്ക് ആഘോഷിക്കാം അല്ലേ? അടുത്ത ഞാൻ വായിക്കാം. ഓക്കെ, റെഡി? അമ്പലത്തിലെ ദേവത അവര് ഇന്ന് വന്നാ നാളെ പോവും. അറിയാലേ? പവിഴ മല്ലി പൂത്തുലഞ്ഞ നീലവാനം. പന്തളം വഴി. യെസ്, പന്തളം വഴി. അവന് ഇന്ന് വന്നാ നാളെ പന്തളം വഴി പോവും. അവൻ ഇന്ന് വന്നാൽ നാളെ പന്തളം വഴി പോവും. ഹലോ, അവൻ ഇന്ന് വന്നാ നാളെ പന്തളം വഴി പോവും. അവൻ ഇന്ന് വന്നാ നാളെ പന്തളം വഴി പോവും. അവൾ എന്റെ അടുത്ത് വന്നാൽ ഇന്ന് വന്നാ നാളെ പന്തളം വഴി പോവും. അവൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവളെ കൊണ്ട് പോകും. ഇപ്പോഴെങ്കിലും പോയില്ലേ, ഇവിടെ നിന്ന് വല്ലതും പോവും. അവൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവളെ കൊണ്ട് പോകും. അവൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവളെ കൊണ്ട് പോകും. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. അവളെ എന്റെ അടുത്ത് വന്നാൽ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അവളെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. ഓക്കെ, അവൾ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അവളെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. അവളെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. അവളെ ലിപ്പ് 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 അവിടെ. അവളെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. അവിടെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. ഇന്ത്യൻ റെയിൽവേയിൽ ചായ കുടിക്കാൻ പോകും. സൂപ്പർ. ഇതുവരെ പറഞ്ഞത് ഏറ്റവും പെർഫെക്റ്റ് ആണ്. എല്ലാം ഏറെക്കുറെ എല്ലാവരും. സുമേഷ് പറഞ്ഞോ. അവിടെ ഇന്ത്യൻ റെയിൽവേയിൽ ചായ കുടിക്കാൻ പോകും. അവളെ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. അവൾ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവളെയും കൊണ്ടുപോകും. അവള് പിടിച്ചു കേട്ടാ. ലക്ഷ്മി പറ, അങ്ങോട്ട് പറ. നാളെ പന്തളം വഴി പോവും. അവൻ ഇന്ന് വന്നാൽ നാളെ പന്തളം വഴി പോവും. പത്തന്നാ ചങ്ങന് വഴി. അപ്പൊ ഇത് ശരിക്കുള്ള എന്താന്ന് പറയാം നമുക്ക്. പവിഴ മല്ലി പൂത്തുലഞ്ഞ നീലവാനം. ഇതാണ് കൊണ്ട് എവിടെ എത്തിച്ചു നോക്കിയേ. അവൻ ഇന്ത്യൻ റെയിൽവേ വരെ പോയി. ഒരു ബന്ധമില്ല. അപ്പൊ എന്തായാലും തലത്തിൽ ലാസ്റ്റ് റൗണ്ട് നടക്കാൻ പോട്ടാ. ഓക്കെ, അടിപൊളി. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. ഇന്നവരെ പോയിട്ടില്ല. ഇന്നവരെ ഒരു സ്ഥലത്തും പോയില്ലേ? കറക്റ്റാക്ക്. ഇന്ത്യൻ ബസ് പോയിട്ട് ഇന്ത്യൻ ബസ് പോയിട്ട് ഇടിച്ചു. ഓക്കെ, അതാ പെർഫെക്റ്റ് സാധനം. തിരിഞ്ഞോട്ടാ. ഇന്ത്യൻ ബസ് പോയിട്ട് ഇടിച്ചു. ഒന്നുകൂടെ. ഇന്ത്യൻ ബസ് പോയിട്ട് ഇടിച്ചു. ഇന്ത്യ പശ്ചിമ ബംഗാളിനെ ഇന്ത്യൻ ബസ് പോയിട്ട് ഇടിച്ചു. ഇന്ത്യ പച്ചയ്ക്ക് ബോൾട്ട് അടിച്ചത്. ഇന്ത്യൻ ബസ് ഇന്ത്യൻ ബസ് പോയിട്ട് ഇടിച്ചു. എന്റെ ബസ് പോസ്റ്റിൽ ഇടിച്ചു. അത്രേ ഉള്ളൂ.
പോര് ആ റെഡി സിമ്പിളാ. എന്റെ ബസ് പോസ്റ്റിൽ ഇടിച്ചു. എന്റെ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എന്റെ ബസ് പോസ്റ്റിൽ ഇടിച്ചു. കല്യാണം കഴിഞ്ഞു. എന്റെ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എന്തൊരു സന്തോഷം എന്നാ പറ എന്റെ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എന്നാ പറ എന്നോട് ഐ ലവ് യു. അതിനെക്കാട്ടി കുറച്ച് ഓക്കെ സൂപ്പർ ശരിയായ അങ്ങോട്ട് പറ. പക്ക തങ്കച്ച കീച്ചിക്കോ. എന്നാ പറ എന്നോട് ഐ ലവ് യു എന്ന്. ഇനി ഇവിടുന്ന് എന്തോ പറഞ്ഞത് കേക്ക്. എന്താണ്? എന്റെ അമ്മച്ചിയുടെ കല്യാണം കഴിഞ്ഞു. എന്റെ അമ്മച്ചിയുടെ കല്യാണം കഴിയുന്നു. ഇതൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നെന്ന് എനിക്കറിയാൻ വയ്യ. എന്നോട് അതാ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു. അതിനല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സിമ്പിളായിരുന്നു. എന്റെ ബസ് പോസ്റ്റിൽ ഇടിച്ചു. എന്താ ചേട്ടൻ പറഞ്ഞത്? എന്റെ ബസ് പോസ്റ്റിൽ ഇടിച്ചു. ഇന്ത്യൻ ബസ് പോസ്റ്റിൽ ഇടിച്ചു. അങ്ങനെ ഒരു ബസ് ഇന്ത്യ ചരിത്രത്തിലില്ല. അപ്പൊ ഇതിൽ ശരിക്കുള്ളതെന്നുണ്ടെങ്കിൽ ഇതിന് ടച്ചുള്ള തന്നെ ഈ കൊച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതിനാണ് അമ്മേനെ വീണ്ടും കല്യാണം വരെ കഴിക്കാൻ തീരുമാനിച്ചത്. അത് അമ്മച്ചിയുടെ കല്യാണം. പാവ അമ്മച്ചി അവിടെ കിടന്ന് തുള്ളിച്ചാറുണ്ട്. അതൊക്കെയാണെങ്കിൽ എൻഡിലേക്ക് വന്നപ്പോ ഐ ലവ് യു അത് നിങ്ങളുടെ കയ്യിൽ അല്ലേ സുരേട്ടാ? ബാക്കി എല്ലാവരും ലിപ്പിൽ നോക്കിയാ പറഞ്ഞ പുള്ളി ടോട്ടലി നോക്കിയിട്ടാ പറഞ്ഞത്. സംഗതി ഞങ്ങൾക്ക് അത് കിട്ടിയില്ലെങ്കിലും ഉറപ്പാ. ഉറപ്പാ. സുരേഷ് ചേട്ടാ താങ്ക് യു. നമ്മള് ക്ഷീണിച്ചല്ലേ, നമുക്ക് റെസ്റ്റ് വേണല്ലേ. സുരേഷ് ചേട്ടന് ഒരു വലിയ കൈ കൊടുക്കണം പ്ലീസ്. ഒപ്പം ഞങ്ങൾക്കും. അപ്പോളേ എന്തായാലും നമ്മൾ വിഷു ആയിട്ടൊന്ന് ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ കുറെ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എന്നാ തുടങ്ങിയാലോ? പാട്ട് കേട്ട് ബാക്കി പറ. അപ്പോ ബിനീഷ് ബാസിന്റെ പാട്ടല്ല, അതായത് പാണ്ടിമേളം എന്നുള്ള സോങ്ങിൽ നമ്മൾ തുടങ്ങുകയാണ്. അതായത് സുരാജേട്ടന്റെ സോങ്സ് ഉണ്ട്, മറ്റുള്ള ഫിലിം സോങ്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം പെർഫോം ചെയ്യാൻ വേണ്ടി വരുന്നത് ഈ ഒരു പാട്ടിന് നമ്മുടെ സ്വന്തം തങ്കവും അതുപോലെ തന്നെ മൃദുലയാണ്. സോ റെഡി? നമ്മുടെ ചേട്ടനല്ലേ ശരിക്കും ട്രിവാൻഡ്രം സ്ലാങ്ങില് മമ്മൂക്കി അത്രയും എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് അവർ സ്ലാങ് ഒക്കെ ക്ലാസ് ഒക്കെ കൊടുത്തല്ലേ. എന്താ പെട്ടെന്ന് ഓർമ്മ വരണേ? എനിക്ക് ഇത് തന്നെ വരണം. എനിക്ക് ഇത് തന്നെ കിട്ടണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പറയണ്ട, ഇത് കണ്ടിട്ട് ഒന്നും കൂടെ രാജമാണിക്യത്തിലെ ഓർമ്മകളൊക്കെ നമുക്ക് ഒന്നും കൂടെ അയവർക്കാനുള്ളത് ഇപ്പൊ കിട്ടും കേട്ടോ. ഓക്കെ, സോ പിടിച്ചിരുന്നേക്കണം. സോ ഓൾ ദി ബെസ്റ്റ് തങ്കു ആൻഡ് മൃദു.
അടിപൊളി സൂപ്പർ. എന്നാ പിടിച്ചേ ഡാൻസേഴ്സിന്റെ പൈസ. ആ കൊണ്ടുപോവാ. അപ്പൊ ഞാൻ ആരാണെന്ന് അറിയണം, അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അതെ, നീ ആരാന്ന് അറിയണം. ഇതിനകത്ത് കിടന്ന് ഈ പേക്കൂത്ത് കാണിച്ച നീ ആരാന്ന് അറിഞ്ഞില്ല ഞങ്ങൾ ആരായിടാ. അതല്ല ഡയലോഗ്. ഞാൻ രാജ, ബെല്ലാരി രാജ, നിങ്ങളെയൊക്കെ എല്ലിളക്ക ഊരാൻ വന്ന രാജ. അപ്പൊ എല്ലിന്റെ കച്ചവടം ഉണ്ടോ നിനക്ക്? ഉണ്ട്. 1 കിലോ എല്ലിന് എത്ര രൂപ കിട്ടും? 135 രൂപ ഉണ്ട്. ഇന്ന് ചാലയെ കൊടുത്ത 135 രൂപ. നിങ്ങൾക്ക് ഡയലോഗ് പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ബെല്ലാരിയിലെ പോത്ത് കച്ചവടക്കാരൻ. ഞാൻ പുലിയാണ്, പുലി. ആദ്യം പറഞ്ഞ് പോത്താന്ന് പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ പുലിയാണെന്ന് പറഞ്ഞു. സത്യത്തിൽ നീ ആരാ? ഞാൻ എലിയാണ്, എലി. ജുപ്പേട്ട എലിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ എന്റെ കണ്ണിങ്ങനെ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇത് സൈറ്റ് അടിച്ച എല്ലാവരും കണ്ണിങ്ങനെയാണ്, കണ്ടില്ലേ? നോക്കിയോളെ. അല്ല എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്ക്. പാതി രാത്രിയില്. ഓക്കെ, പാതി രാത്രി കഴിക്കണം, ബാക്കി പാതി രാവിലെ കഴിക്കണം. അത് ഭക്ഷണത്തിന് മുമ്പാണോ ഭക്ഷണത്തിന് ശേഷമാണോ? ഓ, ഇങ്ങനെ എന്തൊക്കെ പറയുന്നത്? അതല്ലെന്ന്. ഒരു പാതി രാത്രിയില് അണിയറ വാതിൽ മുട്ടിയപ്പോ അങ്ങനെ പോയി മുട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഒരു കണ്ണല്ല, ഞാനാണ് 2 കണ്ണടിച്ച് മുട്ടിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഒരു പാതി രാത്രിയിൽ മണിയറ വാതിലെ മുട്ടിയപ്പോഴാണ്. പാതി രാത്രി ആദ്യം പറഞ്ഞായിരുന്നു. അല്ല, അത് പറഞ്ഞാൽ എനിക്ക് ആ ഫ്ലോ കിട്ടുള്ളൂ. അവിടെ തുടങ്ങണം. എനിക്ക് അത് തുടങ്ങണം, കാരണം അതിലെ എന്റെ പിടി അല്ലെങ്കിൽ തെറ്റിപ്പോകും. ഒരു പാതി രാത്രിയിൽ മണിയറ വാതിൽ മുട്ടിയപ്പോഴാണ് ആദ്യമായിട്ടാണ് വാക്ക് കേൾക്കുന്നത്. എന്റെ അച്ഛൻ പറഞ്ഞ ആരാണ് നീ എന്ന്. അച്ഛനല്ലല്ലോ, അമ്മയല്ലേ? അല്ല, എല്ലാ സ്കിറ്റിലും അമ്മ അമ്മ, എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചില്ല? എല്ലാത്തിലും അമ്മ അമ്മ അമ്മ. അപ്പൊ നമ്മളെ സ്കിറ്റിലെ അച്ഛനാക്കി. അപ്പൊ വെറൈറ്റി ആവുമല്ലോ. വെറൈറ്റി ഉണ്ട്, സ്കിറ്റിന് വെറൈറ്റി ആണ്. ബാക്കി പറ. ആരാണ് നീ, എന്തരാണ് എനിക്ക് വേണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ വേണമെന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു മകനെ അറിയില്ലെന്നും. അതോടെ തീർന്നു കിട്ടി ഊരും പേരും ഒക്കെ. എങ്ങോട്ടായി പോണത് പറഞ്ഞു? എങ്ങോട്ടെങ്കിലും പോട്ടാ. ഇത് കഴിഞ്ഞ് ഞാനും ഇറങ്ങി അങ്ങ് പോകും. ആ പുള്ളി എനിക്കൊരു പേരിട്ടു, മാണിക്യം. അപ്പൊ നിനക്ക് ഒരു കണ്ണേ പോട്ടുള്ളൂ, നിന്റെ അച്ഛന്റെ 2 കണ്ണും പോയാ. അല്ല, നിന്നെ നോക്കി ആരോടെ രാജമാണിക്കോ എന്ന് പേര് ഇടുന്നത്? നീ കറക്റ്റ് നാഗമാണിക്കോ, ചെതൽപൂറ്റിന്റെ ഉള്ളിൽ നിന്നൊക്കെ അടിക്കല്ലേ? തള്ളേ, എന്റെ പെറ്റ തള്ളേ, കലിപ്പുകള് തീരില്ലല്ലോ. എന്തിനാ പെറ്റതള്ളേനെ പ്രാകണം? എന്തിനാ ആ തള്ളയല്ലേ ഇങ്ങനെ ആക്കി വെച്ചത്? ഒരു വര കൂടി വരേണ്ടി വരും. ഈ പോക്ക് പോയ അടുത്ത ഷെഡ്യൂളിന് നിന്നെ വിളിക്കുന്ന കാര്യം സംശയമോ? എന്താ കാണിച്ചു തരാം. ആരാ വിളിക്കുന്നു? ഹലോ സാറേ, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കിത്താ. ഓക്കെ സാറേ. ആരാ? ശ്രീകണ്ഠനാഥ് സാറാ. സാറെന്ന് പറഞ്ഞു നിന്നെ കൂടെ വരുത്താനുള്ള കാര്യം വിളിച്ചു പറഞ്ഞതാ. അതെ, ഞാൻ ചെയ്തത് എന്റെ മാസം എൻട്രിയാണ്. ഇത് മാസം എൻട്രി അല്ല, മാസം തികയാത്തുള്ള എൻട്രിയാ. ഒരു 6 മാസം 7 മാസത്തിലൊക്കെ എൻട്രി ആയിട്ടുണ്ട് നീ. അപ്പൊ മാണിക്യം പോവേണം. നിങ്ങൾ എല്ലായിടത്തും കൂടി എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളില്ലേ. ഇത് ഞങ്ങൾ അങ്ങോട്ട് പറയേണ്ട കാര്യോ? നിന്റെ ഈ കൂത്ത് കാണാൻ നമ്മളില്ലേ. അതിലെ മീശ എവിടെ പോയി? അതിലെ മീശ വെച്ചതാണ്. ഒറിജിനൽ. ശരിയാ, കറക്റ്റ് ആയിരുന്നു. ചേട്ടാ, ഇവർക്കുള്ള കൈനീട്ടം എന്താ? അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചേട്ടാ. തങ്കച്ച നന്നായിട്ട് ഡാൻസും ചെയ്യുന്നുണ്ട്. ഫിഗർ മൊത്തത്തില് രണ്ടുപേരും, തങ്കച്ചന് എക്സ്പെഷ്യലി തങ്കച്ചൻ സൂപ്പറായിരുന്നു. ഇനി അല്ല, നിന്നോട് പറഞ്ഞിട്ട് കഥയില്ല. നിന്നെ വിളിച്ച കൊറിയോഗ്രാഫർ ആരാണ്? എനിക്ക് ബാക്കി അയാളോട് പറയാം. ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? പെർഫോമൻസിനുള്ള സ്റ്റാൻഡിംഗ് അവേഷൻ കൊടുക്കാൻ പോകണമെന്ന്. അതല്ല, ഞാൻ വിചാരിച്ചു കൈനീട്ടം ഇവിടെ വന്ന് തരാനുള്ള പരിപാടി. അപ്പം നന്നായിരുന്നു തങ്കച്ച, സൂപ്പറായിരുന്നു. അല്ലട്ടോ, തങ്കുവിന്റെ യൂഷ്വലി കോമഡി ഒപ്പിക്കുന്നത് നമ്മൾ കാണാറില്ല. ഇത് പക്ഷെ സീരിയസ് ആയിട്ടുള്ള രീതിയിൽ എടുത്തു. കൂടെ മൃദുലം കൂടെ ഈഗോ പ്രശ്നമായി പുള്ളിക്ക്. തങ്കച്ചേട്ടൻ ആദ്യം ഡാൻസ് പഠിച്ചു കഴിഞ്ഞത്. അവൻ സീരിയസ് ആയിട്ട് എടുത്ത്, ബാക്കി എല്ലാവരും തമാശയായിട്ട്. അല്ല, സിനിമയ്ക്ക് പുറമെ രാജമാണിക്യത്തിലെ ഫിഗറും അതിന്റെ സ്റ്റേജ് ഷോ എല്ലാം സുരേട്ടനാണ് ചെയ്യുന്നത്. ഇനി അവസാനം എന്റെ വണ്ടിയെ കൊണ്ടുപോയി സംഗതി പൊളിഞ്ഞപ്പോ. അതിനൊക്കെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ സുരാജേട്ടന്റെ മനസ്സിൽ ധ്യാനിച്ചിരുന്നു. അത് മനസ്സിൽ ധ്യാനിച്ചു. പക്ഷെ ഇത് ഔട്ട് വന്നു കഴിയുമ്പോണ്ടല്ലോ, ഇവിടെ ഔട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് രാജമാണിക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കും വെച്ചിട്ട്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് മമ്മൂക്ക് എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ കാണരുതേ എന്ന് പ്രാർത്ഥിക്കും. കാണല്ലേ. അല്ല, പക്ഷെ രണ്ടുപേരും അസലായിട്ട് ചെയ്തു അല്ലേ ചേട്ടാ? ഗംഭീരായിട്ട് ചെയ്തു. സാധാരണ ഒരു ടീം അല്ലെങ്കിൽ 2 പേര് വന്ന് പെർഫോം ചെയ്താൽ ബാക്കിയുള്ളവർ ആരും വെറുതെ ഇരിക്കില്ല കേട്ടോ. ഇന്ന് എല്ലാവരും ഭയങ്കര ഡീസന്റ് കുട്ടപ്പന്മാരാ. എന്താ കാര്യം എന്നറിയോ? അടുത്തത് അവരുടെ. ഇത് രാജമാണിക്യല്ലേ, അടുത്ത് ബാഹുബലിക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് 2 പേർക്ക് വേണ്ടിട്ട് നമ്മള് സ്വർണ്ണ നാണയാണോ അതോ ഓട്ടക്കാലിനെയാണോ കൊടുക്കാൻ പോണത്? സ്വർണ്ണ നാണയം. വെരി ഗുഡ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു സ്വർണ്ണ നാണയം. രണ്ടുപേർക്കുള്ള ഞങ്ങൾ അനുഗ്രഹിക്കട്ടാ. തങ്കു സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. രണ്ടുപേരും തകർന്നു. ഈ സ്വർണ്ണ നാണയം വെച്ച് എന്ത് ചെയ്യും? അതിനിടയിൽ എന്താ 2 പേരും മൃദുലയും കൂടെ കൈപിടിച്ച് താഴ്ത്തി അനുഗ്രഹം മേടിക്കണ്ടായിരുന്നല്ലോ? അല്ല, അയ്യോ അങ്ങനല്ല.
ഞങ്ങള് ഏത് പെൺകുട്ടി വന്നാലും ഇവിടെ ഗസ്റ്റ് വന്നാ അപ്പൊ പോയിട്ട് ഒന്നില്ലേ മാല ചോദിക്കും, അല്ലെങ്കിൽ പോയി അനുഗ്രഹം. ഇല്ലല്ല, ഈ അനുഗ്രഹം വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സീരിയറ്റുള്ള ആർട്ടിസ്റ്റ്, നമ്മളെ ചേട്ടൻ, അങ്ങനെ ഞാൻ ഹലോ അങ്ങനെ പല സ്ഥലത്തും ചേട്ടൻ ചേട്ടൻ എന്ന് പറയും. എന്നെക്കാൾ 9 വയസ്സിന് മൂത്ത ആളാണ്. എന്നെക്കാൾ 9 വയസ്സ്. സംശയം ഉണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കൂടെ പഠിച്ച ആളിനെ വരെ എനിക്കറിയാം. അപ്പോ എന്നിട്ട് എന്റെ പൊന്നു, ഇതിനൊരു പ്രോഗ്രാം വരുമ്പോ അനിയന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ചേട്ടന്റെ സമ്മാനം അങ്ങനെ സുരാജേട്ടൻ കാണാൻ പാടുള്ളൂ. ശരിക്കും മാമന്റെ പ്രായം എന്റെ. നിങ്ങൾ കൂടെ ഇത് പറഞ്ഞു വന്ന മമ്മൂക്കാലും മൂത്തതാ. അതെ അതെ അതെ. നമുക്ക് പറഞ്ഞു വന്ന പുള്ളി ഒന്ന് തളർത്തണ്ട, ഒന്നും മറന്നേക്കാം. അപ്പൊ തങ്ങച്ചാൻ ആ സ്വർണ്ണ നാണയം കൊണ്ട് പണയം വെക്കരുത്, മറ്റാക്ക് കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇല്ല. ശരി, നമുക്കേ മമ്മൂക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അയ്യോ മമ്മൂക്കത് കാണിക്കല്ലേ, മമ്മൂക്കത് കാണിക്കരുത്. മമ്മൂക്കെ കാണിക്കാണ്ടിരിക്കാൻ പുള്ളിയുടെ മമ്മൂക്കെ ഇവിടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ ശരിയൊക്കെ എന്തൊരു വർക്കിസണ്ണ, യവനോടുള്ള കലിപ്പ് തുടങ്ങി അവന് 10 വയസ്സുള്ളപ്പോഴാണ്. അത് പോട്ട് 10 മാസം ഒരേ പള്ളേ കിടന്ന് ഈ ഉടപ്പറന്ന നിനക്കെന്തോടി ശത്രുവായത്? നന്നാക്കാൻ വന്ന ഇങ്ങനെ തന്നെ അറിയുമ്പോ അണ്ണാന്ന് വിളിച്ചോണ്ട് ഓടി വരും എന്ന് വിചാരിച്ച് കണ്ടില്ലല്ലേ എങ്ങനെ വരാനെ കൊണ്ട്. ആണിസ് മട്ടിൽ മാണിയറ കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാനുള്ള പരക്കം പാറ്റില്ലേ. ഇതിനുള്ള എന്തൊരെണ്ണ എന്തൊരപ്പ എന്തൊരു സ്വന്തം ചോരകൾ അല്ലടി. എന്നെ നാട് കിടത്താനാണെങ്കിലും ഈ മക്കൾ 2 ജോയിന്റ് ആയില്ലേ, അതിനൊക്കെ തന്നെയാണ് ഞാൻ അവിടെ വന്നത് തന്നെ. ഒന്നുമില്ലെങ്കിലും ഈ മക്കൾ അനുഭവിക്കേണ്ട അപ്പൻ്റെ സമ്പാദ്യം ഒന്നും എങ്ങനെ വലിഞ്ഞു കയറുന്ന വളർത്തുവാന് വേണ്ട ഏട്ടാ. അന്നൊന്നും ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. സമ്പാദ്യം പോട്ട് ഉള്ളുള്ള സ്നേഹം പെട്ടത് പോയതാണ് ഞാൻ. അപ്പൊ ഏട്ടൻ ബാ, ഈ പറഞ്ഞാൽ മനസ്സിലാവാത്തവർ മുമ്പ് എന്റെ ഏട്ടൻ ചെറുതാവണ്ട. ആ ഡയലോഗ് കൂടെ ഒന്ന് പറഞ്ഞേ. അയ്യോ അത് തെറ്റിക്കുമല്ലോ. ആ പറടാ. ഏയ് പറഞ്ഞാ മനസ്സിലാവാത്തവരുടെ മുമ്പിൽ ചേട്ടനൊന്നും പറയണ്ട. ഏയ് നിനക്ക് പാരായിട്ട് കാലിച്ചെന്ത് നിർത്തി വളർത്തിയാണ് ഞാൻ ഇവൻ എനിക്ക് വേണ്ടി ചാവും. നീ കൊല്ലം ആളെ വിടും. 2 തന്നെ ആയിരുന്നാലും മാനക്കാട് തന്നെയാണ് താ. എനിക്ക് മാത്രമല്ല എന്നെ കൂടെ വരാൻ പറഞ്ഞു നിങ്ങളൊക്കെ അപ്പ അദ്ദേഹത്തിനും പോവേണ്. എന്നാലും സഹോദര ഒന്നോളം ഉണ്ട് കേട്ടോ ഉള്ളിൽ സങ്കടങ്ങൾ. എനക്കും വേണ്ടി മാറ്റി വെച്ചാണ് ഞാൻ ഇടതുകണ്ണിന്റെ കാഴ്ചകൾ. ഇതിന് പാരായിട്ട് 10,000 കണ്ട് മാറ്റിയേക്കുള്ള സ്ഥിതിയുണ്ട് ഇപ്പം. എന്നിട്ടും നീ എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടുകൊണ്ടെടുത്ത് പറഞ്ഞു കളഞ്ഞല്ലേ എൻ്റെ അടുത്ത് ഭാഗത്ത് തീർത്താണെന്ന്. നന്നായിട്ടുണ്ട്. ഒരാഴ്ച മുഴുക്കനും മേക്കനുണ്ട് അടി കൊണ്ട് നടന്നാലും ശരി, അവസാനം 60 തന്നെ കഴുത്തില്. നമ്മളില്ലേ ആ ഗോൾഡ് തിരിച്ചു കൊടുത്തേക്ക്. അല്ല പോവാണെന്ന് പറഞ്ഞു. അല്ല ആരുടെ ശബ്ദമാണ് ഈ സിനിമയില് ശബ്ദം എന്ന് ഞാൻ പറഞ്ഞില്ല. ഈ സിനിമയില് ഈ ഡയലോഗ് കേട്ട് പണ്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ഡയലോഗ് ഞങ്ങളും കാണാപ്പാടം പഠിച്ച് മനസ്സിന്ന് പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രയത്നം, ഇത്രയും ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് ഇത്രയും ഗംഭീരമായിട്ട് പറഞ്ഞു. അത് ആ സീക്വൻസ് അത്രയേറെ. വേറെ കാര്യം കൂടെ ഉണ്ട് ഏട്ടാ. ഇത് ഇപ്പൊ പറഞ്ഞതാണ്. മുമ്പേ ചേട്ടൻ വന്നിരിക്കുമ്പോ ഞാൻ ഇത് ചോദിക്കും എന്നൊന്നും പറഞ്ഞില്ല, ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത്രയും ഞാൻ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഡയലോഗ് ഓർമ്മിച്ചു. ഐ ലവ് യു. അടിപൊളി. സുരേഷ് എന്തായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യണ ഒരാളല്ലേ, അതായത് ലൈക്ക് ആ ഒരു സ്ലാങ് ഒക്കെ പറഞ്ഞു കൊടുത്തത് ചേട്ടനല്ലേ? അതെ. ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? എന്താ തിരുവനന്തപുരം സ്ലാങ്ങിന് വേണ്ടിയിട്ടാണ്. എന്റെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഹണിമൂൺ സമയത്തായിരുന്നല്ലേ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കോള് വരുന്നത്. ആൻഡോ ചേട്ടൻ വിളിക്കുന്നു, മമ്മൂക്ക വിളിക്കുന്നു. നേരെ ഞാൻ പൊള്ളാച്ചിയിലേക്ക് വണ്ടി കയറുന്നു. അടുത്ത ഒരാഴ്ച മമ്മൂക്കയോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ആ താരത്തിനോടൊപ്പം ഒരു 10-50 ദിവസത്തോളമൊക്കെ നിൽക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എന്താ ആ സ്ലാങ് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതും ഇപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തുന്നു അങ്ങനെ തന്നെ പറയണമെന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാൾ ഗംഭീരമായിട്ട് മമ്മൂക്ക അത് ചെയ്തു എന്നുള്ള. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. മമ്മൂക്കയായിട്ട് അടുത്ത് കൂടാനും ഇപ്പോൾ പൊതുവെ ആൾക്കാർ പറയില്ല മമ്മൂക്ക ഭയങ്കര ചൂടനാണ്. ഇതൊക്കെ അടുത്ത് കണ്ട് ഇടപഴകാനൊക്കെ കിട്ടി. അങ്ങനെ ഒരാളും അല്ല, നല്ല ശുദ്ധനായ പൊളപ്പൻ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. തങ്കുന്റെ കുറുമ്പാണ് നമ്മൾ പ്രതീക്ഷ, പക്ഷെ ഭയങ്കര സീരിയസ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു. ആൻഡ് മൃദുല ആസ് യൂഷ്വൽ ഓസം. ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അടിപൊളി. താങ്ക് യു. അങ്ങനെയാണെങ്കിൽ
തീരുന്നില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സുരാജേട്ടാ. ഇനി എന്തൊക്കെ കാണാൻ ചേച്ചി ചേച്ചി സാധനം പറഞ്ഞാണല്ലോ. ആരാടോ തന്റെ ചേച്ചി? അനിയന്മാരുടെ ചേച്ചിയാണല്ലോ ചേച്ചി. അതെ, നേരത്തെ അവിടെ ഒരു അനിയൻ ഇരിക്കണുണ്ടല്ലേ, അതുപോലെ ഐ ആം യുവർ സിസ്റ്റർ അനീതി. അല്ല ആശുപത്രി ഓസം എന്താണ്ട് പറഞ്ഞ്. സുരാജേട്ടാ, അടുത്തതായിട്ടൊരു ഓസം പെർഫോമൻസ് വരാൻ പോവാണ്. ആശുപത്രി ഓസം. ചേട്ടൻ ബാഹുബലി നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്തോ? ബാഹുബലി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, ഇന്ന് ആരൊക്കെയാണ് നേരിട്ട് കാണാനുള്ള അവസരം? എന്നതാ നേരിട്ട് കണ്ടോളൂ, ഒരുമിച്ച് നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് സീ. ദേവസേന, എന്താ രാജൻ? ഈ വാള് കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്പമ്പെല്ലാം എടുത്തിട്ട് വരൂ. എന്തിനാ രാജൻ? ഇവിടെ പുലി കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗർജനം കേട്ടില്ലേ? അയ്യോ, അത് പുലിയുടെ ഗർജനം അല്ല. അപ്പുറത്തൊരു പുള്ളി കിടന്ന് കൂർക്കം വലിക്കാൻ. ആരാണത്? മഹന്മതി സാമ്രാജ്യത്തിൽ അതിക്രമിച്ച് കയറി കൂർക്കം വലിക്കുന്നവൻ. ഒരു ജനലില്ല, വാതിലില്ലാണ്ട് ഇത് എന്ത് സാമ്രാജ്യം എന്നാ പറഞ്ഞത്? ആരാ നീ? ഞാൻ ഒരു വഴിപോക്കൻ, കിറ്റ് പോക്കായപ്പോ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയതാ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എന്താ പറ്റിയത്? ഇല്ല, എനിക്കൊന്നും പറ്റില്ല. നീ പിന്നെ എന്താ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയത്? ഡാൻസ് കളിച്ചത്. കണ്ണാ നീ തൂങ്ങടാന്ന് പാടിയിട്ടുണ്ടല്ല, ഞാൻ അവിടെ ഇരുന്ന് തൂങ്ങിയത്. നടക്കട്ടെ നടക്കട്ടെ. ദേവസേനെ, എന്തോ എന്നെ നിങ്ങൾ എല്ലാവരും പാട്ടുപാടി ഉറക്കാൻ ശ്രമിച്ചെങ്കിലും ദേവസേന വന്നപ്പോൾ എന്റെ ഉറക്കം അങ്ങ് പോയി. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ തലേം തല്ലി ഞാൻ കിടന്ന് ഉറങ്ങണാണ്. പക്ഷെ കട്ടപ്പ ഈ സുന്ദരികൾ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ട് എന്റെ ഉറക്കം ഇല്ലായ്മ ചെയ്യാൻ ഒരു ശ്രമം നടത്തി. അതെ, നിന്നോട് ആ പാട്ടല്ല പാടണ്ട, കണ്ണാ നീ തൂങ്ങടാന്നല്ല, എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാടാന്നാ പറയേണ്ടത്.
അതൊന്നും ശ്രദ്ധിക്കണ്ട. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞ അങ്ങ് ആരാണ്? ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാണ ഷാജി. നിങ്ങളല്ല, നിങ്ങളല്ല. ഞാനല്ലേ? അല്ലല്ല, അങ്ങ് ആരാണ്? അതല്ല അതല്ല, അങ്ങ് ആരാന്നല്ല, ചേട്ടൻ ആരാണ്? രാജേഷ് പി കെ. ഓട്ടർസ് ഓടിക്കും, കട്ടപ്പണിക്ക് പോവും. അറിയാമോ രാജേഷിനെ? നിങ്ങളുടെ ചേട്ടന്റെ കാര്യമല്ല, ആരാന്ന്? ഞാൻ എന്നൊക്കെ ആരെങ്കിലും പേരിടുവോ? അങ്ങനെ ഇടുവോ? പേരല്ല, ബിൽഡപ്പാണ്. എന്നാ പേര് പറ. ചിരിച്ചപ്പോ പേര് മറന്നുപോയല്ലോ. ഞാൻ മഹാബലി. ആ, ഈ ഫ്രണ്ട് പോർഷൻ ഓക്കെയാ. ഞാൻ മഹേന്ദ്ര ബാഹുബലി. അടിപൊളി ബാഹുബലി. കഴിഞ്ഞ ആഴ്ച ഈ ബാഹുബലിയാണ് ബലൂൺ കുത്തിപ്പൊട്ടിക്കണത്. പിന്നെ ഐസിന്റെ മുകളിൽ നിന്ന് ഡാൻസ് കളിക്കുക. ആ വെള്ളം കുപ്പിയിൽ നടക്കണ മത്സരം ആരാ അയച്ചത്? തങ്കച്ചനാ. കള്ളത്തരം മൊത്തം. അപ്പൊ നീ ഒഴിച്ചില്ലേ? ഞാൻ ഒഴിച്ചത് കുടിക്കല്ലേ ഉള്ളൂ. നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ലെന്നേ. ദേവചേനയല്ല, ദേവസേന. ഇത് മൊത്തം കിഴങ്ങും ചേനയുള്ള. ഇവന്റെ വർത്താനം കേട്ടത് എനിക്ക് ചൊറഞ്ഞിട്ട് ഞാൻ ദേവചേന വിളിച്ചേ. ദാറ്റ്സ് ഓക്കെ. പിന്നെ നമ്മുടെ കല്യാണത്തിന് അമ്മ സമ്മതിക്കോ ചേട്ടാ? ഒരു മിനിറ്റ്, ഞാൻ ഇടവേള ബാബുനൊന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, അമ്മ സമ്മതിക്കുമെന്ന് ചോദിച്ചു. എന്റെ അമ്മച്ചിരായി പറഞ്ഞത്. പുള്ളിയുടെ മമ്മി സമ്മതിക്കുന്ന ചോദിച്ചു. അമ്മ സങ്കടമല്ലേ, നിന്റെ അമ്മയല്ലേ? അതേന്നെ. ഒരു മിനിറ്റ്, ഞാൻ പുള്ളിയോട് വിളിച്ചു പറയട്ടെ. എന്ത് കാര്യത്തിന്? അല്ല, നിന്റെ അമ്മയെന്ന് പറയണ്ടേ? ഞാൻ അങ്ങോട്ട് പറഞ്ഞു, മോഹൻലാൽ പറഞ്ഞു ഞങ്ങൾക്ക് മൊത്തത്തിൽ തലവേദന ഉണ്ടാക്കാനാണ്. നടക്കട്ടെ. അതാ ഞാൻ പറഞ്ഞു. പറയൂ ഡാർലിംഗ്, മമ്മി സമ്മതിക്കോ? എന്റെ ഏതാഗ്രഹവും സാധിച്ചു തരുന്ന എന്റെ ശിവകാമി ദേവിയാണ് എന്റെ അമ്മ. ശിവകാമി ദേവിയെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തേക്ക് പോകുമ്പോ ഞാൻ കണ്ടായിരുന്നു. ഒരു ചെക്ക് ഷർട്ടോട്ട് തെങ്ങിന് തട കൊടുക്കണ ശിവകാമി ദേവി. അച്ഛന്റെ ഷർട്ടാ. ആ, ഉൾക്കൈയല്ലേ? തൊഴിലുറപ്പിന് പോയതല്ലേ? അതുണ്ട്. ശിവകാമി ദേവി. നടക്കട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾ. മഹൽമതി. ആ ചേട്ടൻ സാമ്രാജ്യം ഇല്ലേ? മകൾ മതി. അതാ പെൺകുട്ടി മതിയെന്നോ? ചേട്ടാ, പെൺകുട്ടി മതിയെന്ന്. ഞാനും ഒക്കെയാണ്, അവൻ സമ്മതിക്കണ്ടേ? ഞാൻ സമ്മതിച്ച്. മകൾ മതി. പെൺകുട്ടി മതിയെന്ന്. നിങ്ങളുടെ സാമ്രാജ്യത്തിൽ കൊണ്ടുപോയിട്ട് എന്നെ ഒരു റാണിയായിട്ട് വാഴിക്കോ? വാഴയ്ക്കോ തേങ്ങാക്കോലോ എന്ത് വേണമെങ്കിലും തരും. തൊഴിലുറപ്പിന് പോവല്ലേ? അതെ, റാണിയാക്കുന്നുള്ള ഒരു ഉറപ്പാ. പക്ഷെ രാവിലെ 8 മണിക്ക് കഴിഞ്ഞിട്ട് അച്ഛന്റെ ഷർട്ട് ഇട്ടിട്ട് തൊഴിലുറപ്പിന് പോകണം. 8 മണിക്ക് എഴുന്നേക്കണോ? ആ, അച്ഛന്റെ ഷർട്ടല്ലേ എന്റെ ഷർട്ട് ഇടണം. അച്ഛന്റെ ഷർട്ട് നിങ്ങൾക്ക് ലൂസായിരിക്കും. ഒന്നും ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. ഈ രാജ്യത്തിലെ എല്ലാ സ്ത്രീകളുടെയും മാനം കാത്തുകൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്തവനാണ് ഞാൻ. ശരിയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രൈവറ്റ് ബസ്സിൽ ഒരു പെങ്കൊച്ചിനെ തോണ്ടിന്ന് പറഞ്ഞ് ഇവനെ പട്ടീനെ തള്ള പോലെ ഒരു തല്ലിയതാ. ഫസ്റ്റ് ഇടി മൂക്കിനിടിച്ച് ഞാനാ. ദേവചേന. ദേവസേന. ദേവന്റെ വർത്താനം കേട്ട് വീണ്ടും വീണ്ടും എനിക്ക് ചൊറിഞ്ഞു കയറാണ്. അതുകൊണ്ട് ഞാൻ ദേവചേന എന്ന് വിളിച്ചത്. നിനക്ക് എന്താ പറ്റിയത്? സാറ് ഒന്നുമില്ലെന്ന് എനിക്ക്. ഞാനേ കട്ടപ്പയൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ കളവും തുടങ്ങിയ? കട്ടിട്ട് കൊണ്ടുവരാനല്ല, കട്ടപ്പേനെ കണ്ടിട്ട് വരാം. മൊട്ടപ്പുള്ളി. ഞാൻ മൊട്ടപ്പേനെ, ഞാൻ കട്ടപ്പേനെ കണ്ടിട്ട് വരാം. ശരി, ഇത് തന്നെ നിന്നെ അങ്ങനെ എപ്പോഴും കട്ടപ്പന്ന് വിളിക്കണേ. എനിക്ക് സ്വന്തമായിട്ട് അപ്പനില്ലാത്തവരോട് ഒരു അപ്പൻ എനിക്ക് കട്ടെടുക്കേണ്ടതായിട്ട് വന്നു. അതാണ് കട്ടപ്പ. ചുരുക്കി പറഞ്ഞ ഈ സ്കിറ്റും പൊട്ടിയപ്പ. എനിക്ക് എന്താവേ? എടാ, നിനക്കെന്താന്ന്? ഒന്നുമില്ലെന്ന്. ആ, ഈ സ്കിറ്റിലും ഒന്നുമില്ല. കിറ്റില് എന്തൊക്കെ ഉണ്ടെന്നുള്ള സുരാജ് ചേട്ടന്റെ അടുത്ത് നമുക്ക് ചോദിക്കാം. ഹലോ, ഇത് ആരത്? ബാഹുബലി. ആരായിരുന്നു? ലക്ഷ്മി, ഇതേതായിരുന്നു ഈ ആട്ടിടെ? എനിക്ക് മനസ്സിലായി. എന്നെ കാണിച്ചല്ലോ. എനിക്ക് മനസ്സിലായില്ല. അത് ആട്ടിടായിരുന്നു. വിളിച്ച റിഹേഴ്സലിന് ഡാൻസ് പഠിക്കാൻ ചെല്ലണം. ചേട്ടാ, ബാഹുബലി ഇതെനിക്കുള്ള ശിക്ഷയാണ്. ഇതൊക്കെ കാണും വേണം, അഭിപ്രായവും പറയണം. ബാഹുബലിയാണ്, ബാബു എലിയാണ്. അടിപൊളിയായിരുന്നു. ഡയാന സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു. എനിക്ക് ഡയാനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ള സങ്കടം. എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്ന്, എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോ നമ്മുടെ നാടോട് കയറ്റി തിലകൻ ചേട്ടൻ താടിയെ വെച്ച് പോകുന്നതാണ് ബാഹുബലി. രണ്ട്, ഈ രൂപം നോക്കി ഈ ദയാന ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് ഈ രണ്ട് കാര്യം ആലോചിച്ച് ഞാനിവിടെ ചിരിച്ചതാ. അതായിരിക്കണം ഒരു ആർട്ടിസ്റ്റ്. ഉമേഷിന്റെ മുഖം നോക്കിയിട്ട് ഇപ്പോൾ ഭയങ്കര റൊമാൻസ് വാരി ഒന്നും പറയാനില്ല, അനുഭവം പങ്കിടും. ആദ്യം ഒരു ചോദ്യം ചോദിച്ചായിരുന്നില്ലേ? കറക്റ്റ് സമയത്ത് റിഹേഴ്സലിന് വരാൻ പറഞ്ഞു. ആ പുഷ്പിച്ചിട്ടുള്ള ചിരി കണ്ടപ്പോ എനിക്ക് തോന്നിയിരുന്നു ഇത് ഉഴപ്പാണ്. അല്ല ഏട്ടാ, എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതാണ് അല്ല, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഇവിടെ തന്നെയായിരുന്നു. ഒളി ക്യാമറ എന്ന് മാത്രം. എന്തായാലും
ആദ്യത്തെ ഹൈപ്പിൽ തങ്കുനെ കളിയാക്കണുണ്ടപ്പോ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മി ഇത് കണ്ടു കഴിയുമ്പോ അത് ഒറിജിനൽ മാണിക്കാന്ന് തോന്നി. അതാണ്. അപ്പം താങ്ക് യു സോ മച്ച്. ഹാപ്പി അല്ലേ? ഇത് സദ്യക്ക് പായസം ചോദിക്കരുത്, വയറ് നിറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഏത് നാണയമാണ് അവിടെ ചേട്ടൻ റെഡി ആയിട്ടിരിക്കുക, കൈ തരിക്കുകയെന്ന് വേണ്ടേ? ബാഹു അല്ല ഇതിന് സ്വർണ്ണ നാണയം കൊടുക്കുള്ളൂ. ശരിക്കും ഞാൻ പ്രോത്സാഹിപ്പിച്ച് അങ്ങ് വിടും. ഇവരാരെയെന്നെങ്കിലും അടിയും കൊണ്ട് അങ്ങ് പോകണം. ചേട്ടൻ എന്നിട്ട് ഇന്ന് പോവും. ചേട്ടാ എനിക്കത് വേണം. സുഗന്ധം മുറുക്കാൻ മിക്കായിരിക്കാനല്ലേ ഇവിടെ. കച്ചവടം എങ്ങനെ പോണു? നിന്നെ പോലെയുള്ള ഉള്ളവരുണ്ട്. ഉമേഷിനെ കൈനീട്ടിന്റെ അടുത്ത കയ്യിലെ കൊടുത്തപ്പോ അവനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഞാൻ വലത്തേൽ കൊടുത്ത് അവടുത്ത് എടുത്ത് ഇട്ടിട്ട് മറ്റേ ഓർമ്മ. ഒരു സ്വർണ്ണ നാണയം പെൻഡിങ് ഉണ്ട് ആ കൗണ്ടറിൽ. നമ്മൾ അവിടെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഈ വിഷു എന്ന് പറയുമ്പോ തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരണത് മൗലിയിൽ മയിൽപ്പീലി ചാർത്തി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? എന്നാ വിശേഷിച്ചിട്ട് ആ ഒരു ഡാൻസും സുരേന്ദ്രന് ഇഷ്ടമാണ് ആ ഒരു സോങ്. അപ്പോ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിട്ട് ഇവിടെ നവ്യ ചേച്ചിയും അതുപോലെ തന്നെ പൃഥ്വിരാജും ജോയിൻ ചെയ്യാണ്. പക്ഷേ ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ വിളിക്കുകയാണ് ദേവിക്കുട്ടി, ദേവിനന്ദ ആൻഡ് പൃഥ്വിരാജായിട്ട് സ്വയം പൃഥ്വിരാജാണെന്ന് വിചാരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഹായ് അജൂബ് ഷാ, മാനം കളയരുത്. ഓൾ ദി ബെസ്റ്റ്. കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. നീ എന്താ കണ്ടേ? നിന്റെ സീരിയലായിരിക്കും. എന്താ അഭിനയോടാ അതില്? അഭിനയിക്കാൻ അറിയില്ല, ജീവിക്കാൻ അറിയുള്ളൂ. എന്നാ നീ ഇനി ജീവിക്കണമെങ്കിൽ അഭിനയം നിർത്തിക്കോ, അല്ല നിന്നെ ആരെങ്കിലും കൊല്ലു. സത്യം പറഞ്ഞാൽ മലയാള സിനിമ ഒരുപാട് യൂസ് ചെയ്യേണ്ട ഒരു കലാകാരനാണ് ഞാൻ. അപ്പൊ മലയാള സിനിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ബലമണി എന്തോ 143 എനിക്ക് മനസ്സിലായി. എന്ത് ഐ ലവ് യു എന്നല്ലേ? അല്ല, സത്യത്തിൽ ഇതിന്റെ വാടക എടുക്ക ഒരു 153 രൂപയുടെ കുറവുണ്ട്. അപ്പൊ അത് കിട്ടായിരുന്നെങ്കിൽ. ഇവനോട് അധികം സമയം സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ പോലുള്ള വണ്ടിക്കാശ് ഞാൻ കൊടുക്കേണ്ടി വരും. ബാലമണി നന്നായിരുന്നു. എന്റെ പൃഥ്വിരാജ് എങ്ങനെ ഉണ്ടായിരുന്നു? ആരാ? പൃഥ്വിരാജ്. നീ പൃഥ്വിരാജ് എന്നാ തോന്നിയില്ല? നീ ബാക്കിലേക്ക് തിരിഞ്ഞേ. മുടി വെട്ടിയതാണ് ഈ ഇടക്ക്. കഴിഞ്ഞ ദിവസം എന്തേ ആ ജീവിതം കഴിഞ്ഞിട്ട് വന്നിട്ട് കറക്റ്റ് പൃഥ്വിരാജാ, കറക്റ്റാണ്. കളിയാക്കാണോ? ബാക്കിൽ നോക്കുമ്പോ ഇന്ദ്രയത്ത് കൊണ്ടിട്ടാ. ബൈ ദ ബൈ, കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കയ്യിൽ എന്തോ ഒരു സാധനം കണ്ട്, എന്തായിരുന്നത്? ഓ അതായിരുന്നോ? അത് മഞ്ചാടിക്കുരുവാ. മഞ്ചാടിക്കുരു ആയിരുന്നോ?
പിന്നെ എന്റെ കയ്യിലുണ്ട് ഒരു കുരു. എന്ത് ഗുരു? ഇവന്റെ ഉള്ള ഗുരു എന്താന്ന് ഞാൻ പറയണില്ല, അത് പബ്ലിക്കിന് വിട്ടേക്ക്. നല്ല പഞ്ചായിരുന്നു കേട്ടാ. ഇയാളുള്ളത് എനിക്ക് എന്നെ കൊണ്ട് പറ്റിയല്ല. വാ നമുക്ക് ആ വള്ളിപ്പിടപ്പിലോട്ട് പോകാം. നിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതെന്നാ വർത്താനാ പറഞ്ഞത്? ഈ ആൾക്കാർ മൊത്തം കണ്ടതാണ്. അവളെ കണ്ടുള്ളൂന്നുകൊണ്ട് പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോണത്? നേരത്തെ പറഞ്ഞ മഞ്ചാരക്കുരു ഇല്ലേ, അതെടുത്ത് ഇങ്ങനെ വിതറിയിട്ട് ഡ്രസ്സിൽ പുള്ളി ഇടാൻ വേണ്ടി. നീ വന്നേ ഇങ്ങോട്ട്. ഇയാടെ ഒരു കാര്യം, ഈ പോക്ക് പോയവൻ ജയിൽ പുള്ളിയാവും. എന്തായാലും ഈ വിഷുവിന് പൃഥ്വിരാജിന്റെ നവ്യയുടെയും കൂടെ നിൽക്കാൻ പറ്റിയിരിക്കും. ബ്യൂട്ടിഫുൾ ഡാൻസ് ആയിരുന്നു. ആ ഓടക്കുഴല് പിടിച്ച രീതി ഉണ്ടല്ലോ. ഓടക്കുടലിൽ കൈ ഓടിക്കാൻ ശ്രദ്ധിച്ചായിരുന്നു. ആരും അറിയാതെ കുപ്പി എടുത്ത് അടിച്ചിട്ട് പെട്ടെന്ന് അടച്ചു വെക്കുമല്ലോ. അപ്പൊ ഈ സൗണ്ട് എങ്ങനെയോ വരുന്നു, പെട്ടെന്ന് തപ്പി നിർത്തണം. പക്ഷേ ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. സുരാജ് ഏട്ടാ ഇത് അടിപൊളിയായിരുന്നു. എനിക്ക് ഒന്നാമത് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ സീനും സിറ്റുവേഷനൊക്കെ ഇഷ്ടമാണ്. ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ പൃഥ്വിരാജും. പൃഥ്വിരാജ് അല്ലേട്ടാ, വൃത്തിയില്ലാത്ത രാജ്. ഇനി ഇത്തരത്തിലും നമുക്ക് കാണാനും പറ്റില്ലട്ടാ. ഓടക്കുഴലുകൊണ്ട് പല്ല് വെക്കണ ആദ്യമായിട്ട് കാണുക. രണ്ടും ഓടക്കുഴലിന്റെ പ്ലേസ്മെന്റ് അറിയണ്ടേ? ഇങ്ങനെയല്ലായിരുന്നു ഉരുട്ടുമായിരുന്നു ഓടക്കുഴലിൽ. ലക്ഷ്മി ഞാൻ നോക്കുമ്പോഴേ അതിലെല്ലാ ഹോളും പൊത്തിപ്പിടിച്ചേക്കാം. ലക്ഷ്മി ദേവിയുടെ എക്സ്പ്രഷൻസേ ഒരു രക്ഷയില്ല. കണ്ണ് പറയണു അല്ലേ? അതെ അതെ, എല്ലാം ഈ കണ്ണിലുണ്ട്. ചേച്ചി ഇതിന്റെ ഇടയിലേ റിഹേഴ്സൽ ചെയ്തപ്പോ ചേട്ടന് ക്ലാസിക്കൽ ഡാൻസ് കളിക്കണം, ചേട്ടൻ അതിന്റെ ഇടയിൽ പുഴു അടിക്കണം, ഇതൊക്കെ പറഞ്ഞു. അവന് 3 സ്റ്റെപ്പാണ് കൊടുത്തത്. അതില് ഒരു സ്റ്റെപ്പ് കൂടെ, ബാക്കി 2 സ്റ്റെപ്പ് നടന്നു പോകാനും. വിഷ്വലി ഭയങ്കര ഭംഗിയായിരുന്നു. നല്ല അടിപൊളി അടിപൊളി സൂപ്പർ. അല്ല കോയിൻ വേണ്ട നിങ്ങൾക്ക്? കോയിൻ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സുരാജേട്ടനെ പറ്റി ഞാനൊരു പാട്ട് എഴുതിയായിരുന്നു. ഇതിലെ ഫുൾ കോയിനും തരാം പാടാതിരുന്നാൽ. ചേട്ടാ അത് സ്വർണ്ണം, മറ്റത് വെള്ളി കൊടു. സുരാജ് ചേട്ടാ തങ്കം ഉണ്ടോ? തങ്കം ആകെ ഒരു തങ്കം ഉണ്ട്. അതായിക്കട്ടെ. പക്ഷേ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ നമ്മുടെ ബിനീഷ് എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. പാട്ട് പാടാനായിരിക്കും. അല്ലല്ല, നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഓക്കെ, ആദ്യമായിട്ടാണ് അംഗീകരിച്ചത്.